അപ്പോൾ പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചു എന്നുള്ളതിൽ ഇവർ കടയിൽ വെച്ച് തന്നെ ഇപ്പോൾ ആലുവ മാർക്കറ്റിലെ തൊഴിലാളികളാണ്. ഇവർ രണ്ടുപേരും കൂടി വന്ന പാടെ തന്നെ നീ മുഖ്യമന്ത്രിയുടെ വിമർശിക്കൂടാന്ന് ചോദിച്ചിട്ട് ഈ രാജൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ചവിട്ടേണ്ടത്. പിന്നെ ഓരോരുത്തരും നിന്നടിക്കായിരുന്നു. പോലീസെല്ലാം കാഴ്ചക്കാരായിട്ട് നോക്കി നിന്നു. ആ സാർമാരെല്ലാം ചിരിച്ചുകൊണ്ട് നിൽക്കണേ. അവർ പറഞ്ഞു ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, നിങ്ങൾ വണ്ടി വേണമെങ്കിൽ വിളിച്ച് പൊക്കുമെന്ന് പറഞ്ഞു. കടയിലുണ്ടായിരുന്ന CCTVയുടെ ക്യാമറ ഹാർഡ് ഡിസ്ക് ഇവർ എടുത്തുകൊണ്ട് പോയി. അത് പോലീസ് പറഞ്ഞു കൊടുത്ത നിർദ്ദേശപ്രകാരം എടുത്തുകൊണ്ട് വരുന്നു. തല്ല് എന്താണെന്നുള്ളത് തോമസ് കണ്ടിട്ടില്ല. ഞങ്ങൾ ശരിയായ തല്ല് കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ടാണ് വെല്ലുവിളി നടത്തിയത്. കൊല്ലും വെട്ടും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അതിനുശേഷം അങ്ങനെ മാറിയായിട്ട് മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. നമസ്കാരം. നവകേരള സദസ്സിനെ വിമർശിച്ച വ്യവസായിയെ മർദ്ദിച്ച CITUക്കാർക്കെതിരെ യാതൊരു നടപടിയും പോലീസ് സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. 2023 ഡിസംബറിലാണ് ആലുവയിലെ ഉള്ളി വ്യാപാരിയായ തോമസിനെ CITU പ്രവർത്തകർ മർദ്ദിക്കുന്നത്. നവകേരള സദസ്സിനെ വിമർശിച്ചതാണ് കാരണം. തുടർന്ന് അദ്ദേഹത്തിന് നല്ല പരിക്കൊക്കെ പറ്റിയതാണ്. ആശുപത്രിയിൽ ചികിത്സയിലൊക്കെ കഴിഞ്ഞു. പോലീസ് FIR ഇട്ടെങ്കിലും പിന്നീട് തുടർ നടപടികളൊന്നും സ്വീകരിച്ചില്ല എന്നാണ് പറയുന്നത്. 1 വർഷം പിന്നിട്ടിട്ടും എന്തുകൊണ്ടാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ തോമസ് ഉന്നയിക്കുന്നത്. തോമസ് മറുനാടൊപ്പം ചേരുകയാണ്. എൻ്റെ പേര് തോമസ്. ആലുവ മാർക്കറ്റിലെ കച്ചവടക്കാരനായിരുന്നു. സവോളയും വെളുത്തുള്ളിയും ഉള്ളിയും ഉരുളക്കിഴങ്ങൊക്കെ ഹോൾസെയിൽ വിൽക്കുന്ന കച്ചവടക്കാരനായിരുന്നു. എൻ്റെ കടയിൽ സവോള ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ മാർക്കറ്റിലുള്ള തൊഴിലാളി യൂണിയൻ, ഒരു CITU യൂണിയനാണ്. ഈ CITU യൂണിയനിൽ പെട്ട തൊഴിലാളികൾ അന്നേ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയോടനുബന്ധിച്ചുള്ള സംസാരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ സംഭവങ്ങളിൽ പലവരോടും തല്ലലും ചെടിച്ചട്ടി കൊണ്ട് അടിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ സാധാരണ രീതിയിൽ സംസാരിക്കുന്ന പോലെ ഇവരൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളാണ്. ഇവരോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഇതൊക്കെ ശരിയായ നടപടിയില്ല, നമ്മുടെ നാട്ടിൽ ചോദിക്കാനും പറയാനും ആളില്ലാണ്ടായി എന്നൊക്കെ പറഞ്ഞ് വർത്താനം പറഞ്ഞു തന്നു. അപ്പോൾ പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചു എന്നുള്ളതിൽ ഇവർ കടയിൽ വെച്ച് തന്നെ ലെനിൻ എന്ന് പറഞ്ഞവനും ഷൈജു എന്ന് പറഞ്ഞവനും ഇപ്പോൾ ആലുവ മാർക്കറ്റിലെ തൊഴിലാളികളാണ്. ഇവർ രണ്ടുപേരും കൂടി കടയിൽ വെച്ച് തന്നെ ഇവർ മർദ്ദിക്കാൻ ശ്രമിച്ചിരുന്നു. കൂടിണ്ടായ തൊഴിലാളികളും കടയിലെ തൊഴിലാളികളെ കൂടിയിട്ടാണ് പിടിച്ചു മാറ്റിയത്. പിന്നെ പറഞ്ഞു ഇനി മേലാക്കം ഞാൻ തന്നെ അവരോട് പറഞ്ഞു, മേലാക്കം കടയിൽ വരുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ പറയണ്ട, നമ്മുടെ തൊഴിലും കാര്യങ്ങളായിട്ട് ചെയ്താൽ നിങ്ങളും അതേപോലെ ചെയ്താൽ എന്ന് പറഞ്ഞ് അവരെ സമ്മതിച്ചു വരുന്നു. പിറ്റേ ദിവസം രാവിലെ ഒരു 10 മണിയായപ്പോൾ പെട്ടെന്ന് ഒരു 100-100 പരം ആളുകൾ CPMൻ്റെ CITUവിൻ്റെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള സഗീർ, പിന്നെ CPMൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പർ ഒരു രാജീവ് സക്കറിയ എന്ന് പറഞ്ഞാൽ, പിന്നെ ഒരു DYFIയുടെ ഒരു ഭാരവാഹിയായിട്ടുള്ളൊരു മിഥുൻ, പിന്നെ മുന്ന് ഇവിടെ യൂണിയനിലുണ്ടായിരുന്ന രാജൻ, അയാളവിടെ യൂണിയനിൽ തൊഴിലാളികളെ പറ്റിച്ചതിൻ്റെ പേരിൽ കണ്ടായിരുന്നു മാറ്റി വെക്കുന്നതാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഈ ആൾ വന്ന പാടെ തന്നെ നീ മുഖ്യമന്ത്രിയുടെ വിമർശിക്കൂടാന്ന് ചോദിച്ചിട്ട് ഈ രാജൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടെ ചവിട്ടണ ചെയ്തത്, ഫസ്റ്റ് ചവിട്ടണ ചെയ്തത്. പിന്നെ ഓരോരുത്തരും നിന്നടിക്കായിരുന്നു. അടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെകിടത്തും തലയ്ക്കും കിട്ടിയതുകൊണ്ടൊക്കെ വെച്ച് ഇവർ അടിച്ചു വരും. അടി കൊണ്ടിട്ട് ഞാനാകെ തല കറങ്ങിപ്പോയി. പോലീസ് കാഴ്ചക്കാരായിട്ട് നോക്കിക്കുമായിരുന്നു. പോലീസെല്ലാം കാഴ്ചക്കാരായിട്ട് നോക്കി നിന്നു. അന്ന് നവകേരള യാത്രയോടനുബന്ധിച്ചുണ്ടായിരുന്ന മഫ്റ്റിയിലുണ്ടായ പോലീസുകാരുണ്ടായിരുന്നു. പിന്നെ ഇവർ വിളിച്ചിട്ട് പോലീസുകാർ ഇവർ വിളിച്ചാണോ എന്താണെന്ന് അറിയില്ല. പോലീസ് ആ സമയം വന്നിട്ട് CI ആണോ SI ആണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആ സാർമാർ നോക്കിക്കുമ്പോഴാണ് എന്നെ ഇവരെല്ലാവരും കൂടി മർദ്ദിച്ചത്. കൂടുതൽ കടക്കാരെല്ലാവരും കച്ചവടക്കാർ കടയിലേക്ക് കയറി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പോലീസ് പറഞ്ഞു നിങ്ങൾ നീങ്ങിപ്പോക്കോ എന്ന് പറഞ്ഞു. അതോടൊപ്പം ഒരു കടയിലുണ്ടായിരുന്ന CCTVയുടെ ക്യാമറ ഹാർഡ് ഡിസ്ക് ഇവർ എടുത്തുകൊണ്ട് പോയി. അത് പോലീസ് പറഞ്ഞു കൊടുത്ത നിർദ്ദേശപ്രകാരം എടുത്തുകൊണ്ട് വരുന്നത്. എനിക്ക് ശ്വാസം തടസ്സം ഉണ്ടായിരുന്നിട്ട് പോലീസിനോട് സഹായം വിളിച്ച് എൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഇവർ പോലീസിനോട് ചോദിച്ചിട്ട് കളിയാക്കണേത്. അപ്പോൾ ആ സാർമാരെല്ലാം ചിരിച്ചുകൊണ്ട് നിൽക്കണേത്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, നിങ്ങൾ വണ്ടി വേണമെങ്കിൽ വിളിച്ച് പൊക്കുമെന്ന് പറഞ്ഞത്. ഇതുവരെയായിട്ടും അന്ന് അതിനുശേഷം FIR ഇട്ട് ഇതല്ലാണ്ട് വിട്ടിട്ട് പിന്നെ വേറെ ഒരു നടപടികളുണ്ടായില്ല. ഇപ്പോൾ ഏകദേശം 1 വർഷം പിന്നിട്ടുണ്ടെങ്കിൽ അടി കൊണ്ടതിന് ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ എനിക്ക് പലപ്പോഴായിട്ടും കിഡ്നിക്ക് പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്. കിഡ്നിയുടെ പ്രവർത്തനത്തിൽ തടസ്സങ്ങൾ നേരിട്ടുണ്ട്. തലയ്ക്ക് എന്തോ പരിക്കേട് പറ്റുന്നുണ്ട്. ഞാൻ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ ആലുവ ഹോസ്പിറ്റലിൽ പോയിട്ട്
അവരവിടെ കൃത്യമായിട്ട് നോക്കാനോ അതിനെക്കുറിച്ച് എത്തിക്കാനോ ഒന്നും നിന്നില്ല. ചുമ്മാ അവിടെ ചെന്നു അവർ നോക്കുക പോലും ചെയ്യാണ്ട് കുറച്ച് ഗുളിക കുറിച്ച് തന്നു. ഞാനത് കഴിക്കാൻ തരുന്നില്ല. ഞാൻ നേരെ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ പോയി അഡ്മിറ്റായി. അവിടെ കാര്യങ്ങൾ പറഞ്ഞ് ഈ സംഭവങ്ങൾ പറഞ്ഞ് വിശദമായിട്ട് അവിടെ നിന്നൊക്കെ ചെയ്തായിരുന്നു. എന്തൊക്കെ പറ്റിയെന്ന് നോക്കിയായിരുന്നു സംഗതി. പക്ഷേ അതിന് ശേഷമൊക്കെയാണ് കൂടുതലായിട്ട് പിന്നെ ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങിയത്. അന്നേരം അത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല. കാരണം പലപ്പോഴായിട്ട് തലകറക്കം വരുന്നു, പല പ്രാവശ്യങ്ങളായിട്ട് തല കറങ്ങുന്ന ഒരു സംഭവങ്ങൾ വരുന്നുണ്ട്. പിന്നെ എനിക്ക് ക്രിയാറ്റിനൊക്കെ കണ്ടുപോകാനും കൂടി കിഡ്നിക്ക് ചെറിയ രീതിയിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ട് അന്നത്തെ മർദ്ദനത്തിൻ്റെ ഭാഗമായിട്ടൊന്നും വിചാരിക്കുന്നത് എനിക്ക് അറിയില്ല കൂടുതലായിട്ട്. അതുപോലെ മറ്റു പല ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ഇപ്പോൾ നിലവിൽ ഈ സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ടൊക്കെ എല്ലാ തരത്തിലും ഞാൻ തകർന്നുപോയി. ഈ പ്രശ്നമെല്ലാം കൂടി എങ്ങനെയായിട്ട് കട ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ കടയിൽ പിന്നെ പോകാൻ പറ്റാത്ത അവസ്ഥയായി. വീണ്ടും ഈ സംഭവം കഴിഞ്ഞ ശേഷം 3 ദിവസം കഴിഞ്ഞപ്പോൾ CPM-ൻ്റെ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരുപാട് ആളുകൾ പിന്നെ മാർക്കറ്റിൽ വന്ന് ഇവർ വെല്ലുവിളി പ്രസംഗം നടത്തി. അതൊക്കെ ഇവിടെ എല്ലാ ചാനലുകളും സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വാർത്തകളൊക്കെ തന്നെ തല്ല് എന്താണെന്നുള്ളത് തോമസ് കണ്ടിട്ടില്ല, ഞങ്ങൾ ശരിയായ തല്ല് കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ടാണ് വെല്ലുവിളി നടത്തിയിരുന്നത്. കൊല്ലും വെട്ടും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അതിനുശേഷം അങ്ങനെ മാറിയായിട്ട് മാർക്കറ്റിലേക്ക് വന്നിട്ടില്ല. സർക്കാരിനോട് പറയാമെന്ന് പറഞ്ഞിട്ട് സർക്കാർ ഇത്തരം സംഭവങ്ങളിലൊക്കെ നിഷ്ക്രിയമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണല്ലോ ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. സർക്കാർ കയറൂരി വിട്ടേക്കുന്ന കാരണം കൊണ്ട് പാർട്ടിക്കാരെ കയറൂരി വിട്ടുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുന്നത്. കാരണം ഒരാൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല, നമ്മുടെ കേരളത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല എന്നുകൊണ്ടൊന്നും ഇത് ജനാധിപത്യരായിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല എന്നാൽ സർക്കാരിൻ്റെ കുഴപ്പമുണ്ടോ മതി. അന്ന് ഈ ദിവസങ്ങളിൽ എന്നെ തല്ലുന്ന ദിവസങ്ങളിൽ തന്നെ പലയിടത്തും ചെടി കൊണ്ടും പല രീതിയിലും മാരകമായിട്ടൊക്കെ അടിച്ച് തല്ലിപ്പൊളിച്ച് തോന്നും. അപ്പോൾ അത് മുഖ്യമന്ത്രി അത് ന്യായീകരിച്ചും സംസാരിച്ചത്. പിന്നെ അവർക്ക് എന്ത് വേണം? അപ്പോൾ ഇവരെല്ലാം തന്നെ കയറൂരി വിട്ടവരല്ല, കൊല്ലും തല്ലും വെട്ടും കുത്തുന്നു എന്നത് മാത്രമേ. ജീവനിൽ കൊതിയുള്ളവർ ഇവരടുത്ത് ചെല്ലാൻ പറ്റില്ല. ഇവർക്ക് ആവശ്യമുള്ള ആളുകളെയൊക്കെ ഇവരെ എല്ലാ തരത്തിലും ഇവർ സഹായിക്കും. അല്ലാത്ത ആളുകളെയൊക്കെ തന്നെ നമുക്കൊരു ഉദാഹരണം സോഷ്യൽ മീഡിയ കൂടെ പിന്നെ ബോബി ചെമ്മണ്ണൂരിനെ അവഗണിച്ചതിൻ്റെ പേരിൽ പിന്നെ അവർക്കെതിരെയൊക്കെ നടപടി എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എനിക്കെതിരെ ഇതേപോലെ തല്ലും കുത്തുകയും ഒക്കെ ചെയ്തിട്ട് പോലും ഇതുവരെയും ഒരു തരത്തിലും അതൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഇനിയിപ്പോൾ എനിക്ക് ഏതായാലും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ഈ തല്ല് എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു രൂപത്തിലായിട്ട് മാറി. അപ്പോൾ അത് നീതിക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെ ഞാൻ പോകാനായിട്ട് തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ നടക്കുന്നത്. കൊല്ലണി കൊല്ലട്ടെ, തല്ലണി തല്ലട്ടെ, എന്ത് വന്നാലും തന്നെ ഞാൻ പരമോന്നത നീതിപീഠത്തിൽ വിശ്വാസം അർപ്പിക്കണം. അടിവയറിനാണ് വന്ന പാടനെ ചവിട്ടിയത്, കടവയറിനെ ചവിട്ടി ഞാൻ വീടിനോടൊപ്പം തന്നെ എൻ്റെ കടയിലുണ്ടായിരുന്ന തൊഴിലാളികളൊക്കെ എന്നെ പിടിച്ചപ്പോഴേക്കും സഗീർന്ന് പറഞ്ഞവനെ ചെകിട്ടത്തിന് എന്നെ നിന്നടിച്ചത്. പിന്നെ ഓരോരുത്തരും പുറത്തടിച്ചു, തലയിൽ എന്തോ അതുകൊണ്ട് എൻ്റെ തലക്കടിച്ചു. ആ തലക്കടി കിട്ടിയതിൻ്റെ ഭാഗം എനിക്കിപ്പോൾ ഈ തലകറക്കം ഉള്ളതെന്നുള്ളതാണ് എൻ്റെ ബലമായ വിശ്വാസം. ഇപ്പോൾ കൂടുതൽ വൈദ്യസഹായമൊക്കെ ചെയ്യുന്നതിൽ സാമ്പത്തികമായിട്ട് ഞാൻ എല്ലാ തരത്തിലും തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അത്. ഈ കച്ചവടം കൊണ്ട് ആശ്രയിച്ചാൽ എൻ്റെ കുടുംബം വേണ്ടിയിട്ടില്ല. കച്ചവടം നിന്നുവഴി എനിക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്തതന്നെ.